അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കത്തബയാണ് എഴുതിയത്. അതിനു മുമ്പ് നമ്മൾ ഫഅല എന്നുള്ള വെർബിൻ്റെ നമ്മൾ നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ എഴുതാൻ പോകുന്നത് അടുത്ത വെർബ് എന്ന് പറയുന്നത് ദഹബ എന്ന വെർബാണ്. വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ദഹബ ദഹബ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പോയി എന്നാണ്. ദഹബ പോയി. നമുക്കതിൻ്റെ മാലിയായ വെർബ് എങ്ങനെയാണെന്ന് നോക്കാം. മാലി എങ്ങനെയായിരിക്കും? മാലി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ദഹബ ദഹബ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പോയി. ദഹബ പോയി. ഇനി നമുക്ക് മുലാരിയാണ് എഴുതേണ്ടത്. മുലാരിയ മുലാരിയ എന്താണ്? യദ്ഹബു. മുലാരിയ യദ്ഹബു. അർത്ഥം പോകുന്നു. മുലാരിയ യദ്ഹബു എന്നാണ്, പോകുന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ദഹബയുടെ നീ പോകുക എന്ന് നമുക്ക് പറയണം. അപ്പം എങ്ങനെയാണ് നമ്മൾ പറയാ? അമ്ര നമുക്ക് ഇദ്ഹബ്. പോകുക, നീ പോവുക എന്ന് പറയാം അല്ലേ? അതുപോലെ തന്നെ പോകരുത് എന്ന് നമുക്ക് പറയണം. ദഹബ എന്ന ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ പോകരുത്. നെഹിയാണ് നമ്മൾ അടുത്ത് എഴുതുന്നത്. ലാ ലാ തദ്ഹബ്. ലാ തദ്ഹബ്. നീ പോകരുത്. ലാ തദ്ഹബ്. നീ പോകരുത്. ഇസ്മു ഫായിലാണ്. ഫിഅലിന് ഫായിൽ നമ്മൾ പറഞ്ഞു. കതബക്ക് കാത്തിബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദഹബക്ക് ദാഹിബ്. പോകുന്നവൻ. ഇസ്മു മഫ്ഊൽ എങ്ങനെയായിരിക്കും? കതബ മക്തൂബ്, ഫഅല മഫ്ഊൽ, ദഹബ അല്ലേ മദ്ഹൂബ് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. ഒപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക്. അപ്പം ഇതാണ് ദഹബയുടെ വ്യത്യസ്ത വെർബ് ഫോംസ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.